നമസ്കാരം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും സ്വയം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് നടക്കുന്ന വി സതീശനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത. കോൺഗ്രസ് നേതാക്കന്മാർ അറിയാതെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മെയ് 1 കേരളത്തിൽ അവധി ദിനത്തിൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി സതീശൻ മംഗലാപുരത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിലെത്തി അവിടെ NDAയുടെ ഘടകകക്ഷികളുടെ ഭാഗമായിട്ടുള്ള JDSന്റെ നേതാക്കന്മാരുമായി നരേന്ദ്രമോദിയുടെ ഫോട്ടോയ്ക്ക് താഴെ ഇരുന്ന് രഹസ്യ കൂടിക്കാഴ്ച. ഏതുപോലെ RSS ക്യാമ്പിനകത്ത് ഗോൾവാൾക്കർ ചിത്രത്തിന്റെ മുന്നിൽ താണു വണങ്ങി നിന്ന അതേ സതീശൻ ഇപ്പോൾ NDAയിലെ ഘടകകക്ഷി നേതാക്കന്മാർക്ക് മുന്നിൽ നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് താഴെ എന്ത് കൂടിക്കാഴ്ച നടത്താനാണ് രഹസ്യമായി പോയത്? അതും BJP പിന്തുണയോടുകൂടി കർണാടകയിൽ MLC ആയിരിക്കുന്ന ഫറൂഖിന്റെയും ഒപ്പം തന്നെ JDS നേതാവുമായിട്ടുള്ള മൊഹിയുദ്ദീനുമായി കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോവുകയാണ്. അതും ആര് തരപ്പെടുത്തിയ, ആര് കൂടെ യാത്ര ചെയ്തു എന്ന് കൂടി നിങ്ങൾ അറിയണം. അതായത് സ്വർണ്ണപ്പാളി കട്ടക്കേസിൽ SIT ചോദ്യം ചെയ്ത, സ്വർണം കട്ട കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന റെജികുമാർ എന്ന വ്യക്തി സഹപ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ സഹയാത്രികനായിട്ട് ഇങ്ങനെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി ഈ ദുരൂഹ വ്യക്തിത്വങ്ങളുമായിട്ട് എന്തിന് കൂടിക്കാഴ്ച നടത്തി? കേരളത്തിന് അത് അറിയണ്ടേ? MR അജിത് കുമാർ ഹൊസബുള്ളയെ കാണാൻ പോയതിനെ വലിയ വായിൽ സംഘപരിവാർ ബന്ധവുമാണെന്നും ഡീലാണെന്ന് ആരോപിച്ച സതീശൻ NDA നേതാക്കന്മാരായിട്ടുള്ളവരുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച എന്തിനാണെന്ന് ഈ സമൂഹത്തോട് പറഞ്ഞേ മതിയാകുള്ളൂ. മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ച് സംഘപരിവാറുകാരിയായിട്ടുള്ള സുജയ പാർവതി ആ വിഷയത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന സംശയവും കേരളത്തിൽ ദൂരീകരിക്കപ്പെടേണ്ടതാണ്. വി സതീശൻ ഈ ജനവിധി വരാൻ, നാളെ ജനവിധി വരാനിരിക്കെ 3 ദിവസം മുൻപ് വി സതീശൻ നടത്തിയ ഒരു മംഗലാപുരം യാത്രയുണ്ട്. മെയ് 1 വി സതീശൻ മംഗലാപുരത്തേക്ക് പോയത് ചാർട്ടേഡ് വിമാനത്തിലാണ്. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് വി സതീശൻ നടത്തിയ യാത്ര ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ ചർച്ചയായ സ്ഥിതിക്ക് നമ്മൾ ആ ചാർട്ടേഡ് വിമാന യാത്രയിലേക്ക് കൂടി പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയുടെ ചെലവ് വഹിച്ചത് അദ്ദേഹമല്ല, മറ്റൊരാളാണ്. ആ വ്യക്തി ആരാണ് എന്നതുകൂടി നമുക്ക് പറഞ്ഞു പോകണം. ചാർട്ടേഡ് വിമാനത്തിൽ വി സതീശൻ പോയിട്ട് കണ്ടതാരെയാണ്? കോൺഗ്രസ് നേതാക്കളെയല്ല, DK ശിവകുമാറിനെയല്ല, സിദ്ധരാമയ്യയല്ല, NDAയുടെ ഭാഗമായ JDSന്റെ നേതാക്കളെയാണ്. BJP പിന്തുണയിൽ MLC ആയ ഫറൂഖിനെയും കോൺഗ്രസ് വിട്ട് JDSലെത്തിയ മൊഹിയുദ്ദീനെയും പ്രതിപക്ഷ നേതാവ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോയി കണ്ടത് എന്തിനാണ്? വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആരാണെന്നോ? വി സതീശന്റെ കോ പാസഞ്ചർ, ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് യാത്ര ചെയ്തത് K രജികുമാറിനെ പ്രേക്ഷകർക്ക് അറിയാമോ? സ്വർണ്ണപ്പാളി കേസിൽ SIT ചോദ്യം ചെയ്ത വ്യക്തിയാണ്. സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പാടിക്കുകയും സ്വർണ്ണപ്പാളി കേസിൽ SIT ചോദ്യം ചെയ്ത വ്യക്തിക്കൊപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന വി സതീശനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് എന്നതിലെ വൈരുദ്ധ്യം മലയാളി ഒന്ന് കാണണം. കർണാടക കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടില്ല ഈ യാത്ര. പിന്നീട് അറിഞ്ഞു. ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ NDA നേതാക്കൾ ഒരുക്കിയ വിരുന്നുമുണ്ടു വി സതീശൻ. രാവിലെ 8:40 മംഗലാപുരത്ത് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. വൈകിട്ട് 5:15 അതേ ഫ്ലൈറ്റിൽ, അതേ ചാർട്ടേഡ് വിമാനത്തിൽ, ആ ചാർട്ടേഡ് വിമാനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം, അതായത് ഫാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫാക്ട് ഉണ്ട് സാർ, ഇതാണ് ആ ഫാക്ട്. ആ മംഗലാപുരം യാത്ര ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത് എന്തിനാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. കേട്ടല്ലോ, സംഘപരിവാർ വിരുദ്ധനാണ് എന്ന് ഇയാളെ ഈ നാട്ടിലെ മൗദൂദികൾ ചാപ്പകുത്തുമ്പോൾ മൗദൂദി ബന്ധമുള്ള വ്യക്തിയാണോ ഫറൂഖും ഒപ്പം തന്നെ മുഹിയുദ്ദീനുമെന്ന് സംശയമുണ്ടാവുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയാകാനും വേണ്ടി ഈ നാട്ടിൽ സതീശന് വേണ്ടി ഫണ്ട് ഒഴുക്ക് നടത്തിയത് കർണാടകയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. സതീശന് വേണ്ടി ഫണ്ട് റേസ് ചെയ്തവരിൽ ഇവർക്ക് എന്ത് ബന്ധമാണുള്ളത്? അല്ലെങ്കിൽ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മംഗലാപുരത്ത് NDAക്കാർ പോലും ചരട് വലിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും
കോടികൾ പൊടിച്ച് പ്രചരണം നടത്തുന്നതിനോടൊപ്പം തന്നെ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുരൂഹ ഇടപെടലുകൾ, അതും ഈ സമൂഹത്തിൽ അടിമുടി ദുരൂഹ വ്യക്തിത്വങ്ങളായിട്ടുള്ള സ്വർണ്ണപ്പാളി കേസിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തി പ്രതിപക്ഷ നേതാവിനോടൊപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്ര ദുരൂഹമാണോ അല്ലയോ? എന്തിന് നരേന്ദ്രമോദി ചിത്രം അവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞിട്ടും അതിൻ്റെ കീഴിലിരുന്ന് NDA നേതാക്കന്മാരെ, അതായത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാർ പോലും അറിയാതെ അതീവ രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ സതീശൻ എന്ന വ്യക്തി എത്രമാത്രം ദുരൂഹനാണെന്നും കാപട്യമാണെന്നും രാഷ്ട്രീയത്തിലെ കുതിരക്കച്ചവടങ്ങളുടെ ഡീലുകാരനാണെന്ന് സംശയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദൃശ്യം തന്നെയാണ് ചോർന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി എന്തിനാ കൂടിക്കാഴ്ച നടത്തി എന്നത് അറിയേണ്ടത് കേരളത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇതുവരെ ഈ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം VD സതീശൻ വായ് തുറക്കാത്തതും ആ വിഷയത്തിന്റെ ദുരൂഹതകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്.